സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. കല്യാണത്തിന് മോൾക്ക് സ്വർണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, കട്ടപ്പന. ഇപ്പോൾ കിട്ടിയ വാർത്ത. വസ്ത്രങ്ങളുടെ മായിക പ്രപഞ്ചവുമായി പെട്രോൾ ഫാഷൻ കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തനം തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ ഫാഷനിലാണ്. 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ നിലയിൽ ലേഡീസ് ഫാൻസി ഐറ്റംസ്, ഓർണമെന്റ്സ്, സ്റ്റേഷനറി, ഗിഫ്റ്റുകൾ എന്നിവയുടെ ശേഖരമാണ് ഉള്ളത്. താഴത്തെ നിലയിൽ ബ്രാൻഡഡ് ഷർട്ടുകൾ, ജീൻസുകൾ, ടീഷർട്ടുകൾ എന്നിവയുടെ ശേഖരവുമായി മെൻസ് വെയർ. മുകളിലത്തെ നിലയിൽ പുതുപുത്തൻ ട്രെൻഡുകൾക്ക് അനുസൃതമായി സ്ത്രീ സങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് ലേഡീസ് വെയറും ഒരുക്കിയിരിക്കുന്നു. പെട്രോൾ ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. 50 വർഷത്തെ വിശ്വസ്തയോടെ വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം. മഴവില്ലഴകോ മലപ്പൊഴിയും ലതയോ അഴകേ നിന്നാടയിൽ വിരിയും ലതൻ ചാരുതയോ. Celebrating 50 magical years. Ledha Textiles, Main Road, Kattappana. KG's ജുവലറി കോട്ടയം കടയുടെ അതിവിപുലമായ വെള്ളി ആഭരണശാല KG's സിൽവർ മൈൻ ഗുരുമന്ദിരത്തിന് സമീപം പ്രവർത്തിക്കുന്നു. പരിശുദ്ധമായ വെള്ളിയിൽ തീർത്ത ആഭരണങ്ങൾ മിതമായ നിരക്കിൽ. ആധുനിക ഡിസൈനിലുള്ള കമ്മലുകൾ, മോതിരങ്ങൾ, വിവാഹ ആവശ്യത്തിനുള്ള നെക്ലേസുകൾ, പ്ലാറ്റിനം ഫിനിഷിംഗ് വളകൾ, വെള്ളിപ്പാത്രങ്ങൾ, മാലകൾ, കൊലുസുകൾ, അരഞ്ഞാണങ്ങൾ, ലോക്കറ്റുകൾ, കൊന്തകൾ, നേർച്ച സാധനങ്ങൾ, കൈചെയിനുകൾ, നവരത്ന മോതിരങ്ങൾ തുടങ്ങിയ വെള്ളിയാഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകൾ തിരഞ്ഞെടുക്കുവാൻ ജോൽസിന്റെ സേവനം ലഭ്യമാണ്. KG സിൽവർ മൈൻ സിൽവർ കളക്ഷൻസ്, കോട്ടയം കട, ഗുരുമന്ദിരത്തിന് സമീപം, കട്ടപ്പന. That thing must be 100 years old. ചന്തം കാളിന്തി നാദം ഗോപി സംഗീതം मेरे डोल सुन मेरे प्यार की तुम मेरे ढोल सुन मेरी चाहते. KG's ജ്വല്ലറി കോട്ടയം കട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ TV സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകളും.
കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു. കേരള വിഷൻ ഡിജിറ്റൽ ടിവിയിലൂടെ മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ. കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും. നമസ്കാരം. ഇടുക്കിനെറ്റ് വാർത്താ സംപ്രേഷണത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. ഇടുക്കിനെറ്റ് ന്യൂസ് ലൈവ്. ഇടുക്കിനെറ്റ് ന്യൂസ് ലൈവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ന്യൂസ് ഹെഡ്ലൈൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. കമ്പമെട്ടിന് സമീപം കേരള തമിഴ്നാട് അതിർത്തിയിൽ വൻ വ്യാജമദ്യവേട്ട. ഫോറസ്റ്റ് എക്സൈസ് സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ 850 ലിറ്റർ കോടയും 35 ലിറ്റർ ചാരായവും പിടികൂടി. ഉദ്യോഗസ്ഥ പീഡനത്തെ തുടർന്ന് അധ്യാപിക മരിക്കാനിടയായ സംഭവത്തിൽ മേലുദ്യോഗസ്ഥനെതിരെ നടപടിക്ക് ശുപാർശ. ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് KN ശശിധരനെതിരെയാണ് നടപടിയുണ്ടാവുക. കേസുമായി ബന്ധപ്പെട്ട് സൂപ്രണ്ട് ഇസ്മയിലിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. കേരളത്തിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം സൃഷ്ടിക്കുവാനുള്ള ശ്രമമാണ് ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് KPCC അംഗം അഡ്വക്കേറ്റ് PM അഗസ്തി. കേരളം ലോകത്തിനു മുൻപിൽ തലകുനിച്ച ദിനമായിരുന്നു 2015 മാർച്ച് 13 അഗസ്തി. കട്ടപ്പന ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കുന്ന ആടും അടുക്കളത്തോട്ടവും പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് പച്ചക്കറി വിത്തുകളും കൃഷിക്കാവശ്യമായ ഉപകരണങ്ങളും വിതരണം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. കമ്പമെട്ടിന് സമീപം കേരള തമിഴ്നാട് അതിർത്തിയിൽ വ്യാജമദ്യ വേട്ട നടന്നു. ഫോറസ്റ്റ് എക്സൈസ് സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ 850 ലിറ്റർ കോടയും 35 ലിറ്റർ ചാരായവും പിടികൂടി. പ്രതികളെ പിടികൂടുവാൻ കഴിഞ്ഞില്ല. കേരള തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള കമ്പമെട്ട് മൂങ്കിപ്പള്ളം ഭാഗത്തായിരുന്നു റെയ്ഡ് നടന്നത്. കട്ടപ്പന, നെടുങ്കണ്ടം എക്സൈസ് ഓഫീസുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഫോറസ്റ്റ് സംഘവും രാവിലെ 9:30ഓടെയാണ് റെയ്ഡിനെത്തിയത്. റെയ്ഡിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 35 ലിറ്റർ ചാരായവും 800 ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. കട്ടപ്പന എക്സൈസ് ഇൻസ്പെക്ടർ TV ദിവാകരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് റെയ്ഡ് നടത്തിയത്. തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ വ്യാജവാറ്റ് വ്യാപകമാണ് എന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് റെയ്ഡ് നടത്തിയതെന്ന് റെയ്ഡിന് നേതൃത്വം നൽകിയ കട്ടപ്പന എക്സൈസ് ഇൻസ്പെക്ടർ TV ദിവാകരൻ പറഞ്ഞു. മൂങ്കിപ്പള്ളം മന്തിപ്പാറ ഭാഗത്ത് ചാരായവാറ്റ് നടക്കുന്നതായി വിശ്വാസിക അറിവ് ലഭിച്ചതനുസരിച്ച് എക്സൈസ് പാർട്ടിയും ഫോറസ്റ്റ് പാർട്ടിയും ഇടിയമ്മല ഫോറസ്റ്റ് പാർട്ടിയും സർക്കിൾ പാർട്ടിയും ആയിട്ട് സംയുക്തമായിട്ടാണ് റെയ്ഡ് നടത്തിയത്. റെയ്ഡിൽ 800 ലിറ്റർ കോടയും 35 ലിറ്റർ ചാരായവും കണ്ടെത്തിയിട്ടുണ്ട്. ഈ സ്ഥലം തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും അതായത് പുറമ്പോക്കായതിനാൽ പ്രതിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പ്രതിയെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷണം നടത്തുന്നതാണ്. കേസെടുത്തിട്ടുണ്ട്, അന്വേഷണം നടത്തുന്നതാണ്. മുമ്പും 2 പ്രാവശ്യമായിട്ട് ഇതിന് മുമ്പ് ചാരായം മാത്രമായിട്ട് റോഡ് സൈഡിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. തമിഴ്നാടിൻ്റെ കാട്ടിലാണ് വാറ്റുന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. തമിഴ്നാട് ഫോറസ്റ്റുമായിട്ട് ചേർന്നിട്ട് റെയ്ഡ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. റെയ്ഡിൽ പിടിച്ചെടുത്ത മദ്യവും വാറ്റുപകരണങ്ങളും കട്ടപ്പന എക്സൈസ് ഓഫീസിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നാളെ ഇവ കോടതിയിൽ ഹാജരാക്കും. റെയ്ഡിൽ എക്സൈസ് ഇൻസ്പെക്ടറെ കൂടാതെ നെടുങ്കണ്ടം എക്സൈസ് സർക്കിൾ ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ TC ചന്ദ്രൻകുട്ടി, പ്രിവന്റീവ് ഓഫീസർ ഡെയ്സൺ, കട്ടപ്പന എക്സൈസ് ഓഫീസിലെ പ്രിവന്റീവ് ഓഫീസർ A കടകര, സിവിൽ എക്സൈസ് ഓഫീസർമാരായ KN രാജൻ, ഷാജി MK, CN ജിൻസൺ, ജോഫിൻ ജോൺ, സജിമോൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ഉദ്യോഗസ്ഥ പീഡനത്തെ തുടർന്ന് അധ്യാപിക മരിക്കാനിടയായ സംഭവത്തിൽ മേലുദ്യോഗസ്ഥനെതിരെ നടപടിക്ക് ശുപാർശ. ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് KN ശശിധരനെതിരെയാണ് നടപടിയുണ്ടാവുക. കേസുമായി ബന്ധപ്പെട്ട് സൂപ്രണ്ട് ഇസ്മയിലിനെ മുൻപ് സസ്പെൻഡ് ചെയ്തിരുന്നു. സ്കൂളിലെ ക്ലർക്കിന് അനധികൃതമായി ലീവ് നൽകിയെന്നാരോപിച്ചാണ് സ്കൂളിൽ പരിശോധനയ്ക്കെത്തിയ മേലുദ്യോഗസ്ഥർ പ്രധാനാധ്യാപിക പുഷ്പലതയെ മാനസികമായി പീഡിപ്പിച്ചത്.
തുടർന്ന് മാനസികവും ശാരീരികവുമായി തകർന്ന ഇ പി പുഷ്പലതയ്ക്ക് മസ്തിഷ്കാഘാതം സംഭവിക്കുകയായിരുന്നു. പിന്നീട് ഈ മാസം 10-ാം തീയതി കോലഞ്ചേരി ആശുപത്രിയിൽ വെച്ച് ഇ പി പുഷ്പലത മരണത്തിന് കീഴടങ്ങി. അധ്യാപികയുടെ മരണത്തെ തുടർന്ന് വൻ പ്രതിഷേധമാണ് ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ അരങ്ങേറിയത്. ബന്ധുക്കൾ നൽകിയ പരാതിയെ തുടർന്ന് അഡീഷണൽ DPA MD മുരളി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നൽകിയ അന്വേഷണ റിപ്പോർട്ടിലാണ് കുറ്റക്കാർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത്. കുഞ്ചിത്തണ്ണി ഗവൺമെന്റ് സ്കൂളിലും ഇടുക്കി DD ഓഫീസിലും നടത്തിയ തെളിവെടുപ്പിൽ ഉദ്യോഗസ്ഥർക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നിരുന്നത്. കേരളത്തിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം സൃഷ്ടിക്കുവാനുള്ള ശ്രമമാണ് ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് KPCC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി പറഞ്ഞു. കേരളം ലോകത്തിനു മുൻപിൽ തലകുനിച്ച ദിനമായിരുന്നു 2015 മാർച്ച് 13 എന്നും EM അഗസ്തി കുറ്റപ്പെടുത്തി. നിയമസഭയിലെ ആരോപണം തെളിയിക്കാൻ കഴിയുന്നില്ല. ഈ ഗവൺമെന്റ് കൂടുതൽ മധ്യസ്ഥയോടെ മുന്നോട്ട് പോകുമ്പോൾ ഈ ഗവൺമെന്റ് അപകീർത്തിപ്പെടുത്താൻ കള്ളക്കഥകൾ മെല്ലെടുക്കുന്ന കാമക്കെട്ടിന്റെ രാഷ്ട്രീയം ഇതിലെ പ്രതിപക്ഷങ്ങൾ വഴി തെരഞ്ഞെടുത്തു എന്നതാണ് ഏറ്റവും അപകടകരമായ കാര്യം. തെങ്ങിലന്മാരെ KM മാണിയെ കൊണ്ട് രാഷ്ട്രീയ നേതാവിന്റെ രാഷ്ട്രീയ പങ്കെടുക്കും. അതുപോലെയാണ് അദ്ദേഹത്തെ 13ാമത്തെ ബജറ്റാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ഇന്ത്യയിൽ 13 ബജറ്റ് അവതരിപ്പിച്ച മറ്റൊരു രാഷ്ട്രീയ നേതാവിന്റെ വലിയ സംസ്ഥാനത്തില്ല. ഇതിന്റെ പാർലമെന്റിൽ ഏറ്റവും അധികം ബജറ്റുകൾ പാർലമെന്റ് അവതരിപ്പിച്ചുള്ള ഇന്ത്യ രാഷ്ട്രപതിയായിട്ട് പ്രണബ് കുമാർ മുഖർജി അദ്ദേഹം ധനകാര്യമന്ത്രി കാലഘട്ടത്തിൽ അദ്ദേഹം 7 ബജറ്റാണ് അവതരിപ്പിച്ചത്. ശ്രീ KM മാണി 13 പ്രാവശ്യം കേരള നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ചതാണ്. കഴിഞ്ഞ 45 വർഷക്കാലമായി അദ്ദേഹം കേരള നിയമസഭയിൽ അംഗമാണ്. ഒരേ നിയമനങ്ങൾ തുടർച്ചയായി ബഡ്ജറ്റ് അവതരണ ദിനത്തിൽ കേരള നിയമസഭയിൽ നടന്ന സംഭവങ്ങൾ സാംസ്കാരികമായി ഉന്നത നിലവാരം പുലർത്തുന്നു എന്ന് അവകാശപ്പെടുന്ന കേരളത്തിന് തീരാക്കളങ്കമായി മാറിയതായി EM അഗസ്തി കുറ്റപ്പെടുത്തി. നിയമസഭയെപ്പോലും തങ്ങളുടെ ഗുണ്ടായുസത്തിന്റെ വേദിയാക്കി മാറ്റിയ ഇടതുമുന്നണി അക്രമ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ജനം ഇടതുമുന്നണിയെ മാറ്റി നിർത്തി UDFനെ വിജയിപ്പിച്ചതിലുള്ള ജാള്യത മറയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോഴത്തെ ആക്രമണങ്ങൾക്ക് പിന്നിലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. UDF സംസ്ഥാന വ്യാപകമായി കരിദിനം ആചരിച്ചതിന്റെ ഭാഗമായി കട്ടപ്പനയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു EM അഗസ്തി. യോഗത്തിൽ UDF നിയോജക മണ്ഡലം ചെയർമാൻ ജോണി കുളമ്പള്ളി അധ്യക്ഷനായിരുന്നു. കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OJ മാത്യു, കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം തോമസ് പെരുമന്ന, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് TT അഗസ്റ്റിൻ, മറ്റ് നേതാക്കളായ ജോയി പെരുന്നോലി, TJ ജേക്കബ്, മനോജ് M തോമസ്, N അൻഷാദ്, പ്രശാന്ത് രാജു, A അലിയാരുകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. KM സുനോബി, ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. കേരള നിയമസഭയിൽ വനിതാ MLA-മാർക്ക് നേരെയുണ്ടായ UDF അതിക്രമത്തിൽ പ്രതിഷേധിച്ച് മഹിളാ സംഘം പീരുമേട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമളിയിൽ പ്രതിഷേധ പ്രകടനം നടന്നു. മാർച്ച് 13 കേരള നിയമസഭയിൽ വനിതാ MLA-മാർക്കു നേരെയുണ്ടായ UDFന്റെ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു കേരള മഹിളാ സംഘം പീരുമേട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമളിയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. മന്ത്രി KM മാണി രാജിവെച്ചൊഴിയുന്നിടം വരെ സമരം തുടരുമെന്നും ഇവർ പറഞ്ഞു. കഴിഞ്ഞ 13-ാം തീയതി മാണി ബഡ്ജറ്റ് ധനകാര്യമന്ത്രി KM മാണി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. എല്ലാ പ്രാവശ്യം 12 തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ച മാണി ഈ പ്രാവശ്യം തലയിൽ മുന്നിട്ട് വന്ന് ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടതായ ഒരു ഗതികേടാണ് ഉണ്ടായത്. അത് ഇന്ത്യയിലെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് ഒട്ടും വകവെച്ച് കൊടുക്കുന്നതല്ല. ഇത് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി അംഗീകരിച്ചു കൊടുക്കുന്നതുമല്ല. അതുപോലെ തന്നെ ഈ ബഡ്ജറ്റ് അവതരണ സമയത്ത് നിയമസഭയിലെ ഇടതുപക്ഷ വനിതാ MLA-മാർക്കെതിരെ ഭരണപക്ഷി MLA-മാർ നടത്തിയ അതിക്രൂരമായ പീഡനങ്ങൾക്ക് എതിരെ ആണ് ഈ പ്രകടനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരള മഹിളാ സംഘം ഇടുക്കി ജില്ലാ പ്രസിഡന്റ് റീന മാത്യു, മണ്ഡലം പ്രസിഡന്റ് രാജമ്മ തമ്പിക്കുട്ടി, സെക്രട്ടറി P മാലതി എന്നിവർ സംസാരിച്ചു. പ്രതിഷേധ പ്രകടനത്തിൽ കവിത ബാബുക്കുട്ടി, ഓമന മോഹനൻ, അനിത, ലോകനായിക, അമ്മണി കുഞ്ഞുമോൻ, മേരി ജയരാജ് തുടങ്ങിയവരും പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കുമളി. ഇടുക്കി പൈനാവിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. പൈനാവ് പോളിടെക്നിക്കിലെ 2 വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. പോളിടെക്നിക്കിലെ 2ാം വർഷ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ വിദ്യാർത്ഥികളായിരുന്നു. മുരിക്കാശ്ശേരി, പൂമാങ്കണ്ടം, പൂമാലക്കൽ അജിത്ത്, കാൽവരി, മാക്കൽ, ജിബിൻ ജോസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ വിദ്യാർത്ഥികളെ ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കട്ടപ്പന ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കുന്ന ആടും അടുക്കളത്തോട്ടവും പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് പച്ചക്കറി വിത്തുകളും കൃഷിക്കാവശ്യമായ ഉപകരണങ്ങളും വിതരണം ചെയ്തുകൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത്.
മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന ഗ്രാമപഞ്ചായത്തിനെ മാതൃകാ ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുത്തുകൊണ്ടാണ് ആടും അടുക്കളത്തോട്ടവും പദ്ധതി നടപ്പിലാക്കുന്നത്. ആട് വളർത്തലിൽ ഏർപ്പെട്ടിരിക്കുന്ന 150ഓളം വനിതകളെയാണ് പദ്ധതിയിൽ ഗുണഭോക്താക്കളായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇവർക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക വിനിയോഗിച്ച് ഓരോ ഗുണഭോക്താവിനും 2000 രൂപ വില വരുന്ന ഉപകരണങ്ങളും പച്ചക്കറി വിത്തുകളും ലഭ്യമാക്കും. വിഷരഹിതമായ പച്ചക്കറി വീട്ടുമുറ്റത്തുനിന്ന് തന്നെ വിളയിച്ചെടുക്കുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ.ജെ. മാത്യു ആടും അടുക്കളത്തോട്ടവും പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമുക്ക് നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർക്കും അതുപോലെ നാടിനും പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള പദ്ധതി കഴിയുമ്പോൾ നമ്മളത് മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ ആലോചിച്ച കാര്യങ്ങൾ പ്രത്യേകിച്ച് മാർച്ചായി പദ്ധതികളൊക്കെ അവസാനിക്കുന്ന വർഷാവസാനമായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ പദ്ധതി നമ്മൾ നിർബന്ധപൂർവ്വം കട്ടപ്പനയ്ക്ക് തന്നെ വേണമെന്ന് ഡയറക്ടറുടെ ആവശ്യപ്പെടുകയും അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ പദ്ധതി നടപ്പാക്കുവാൻ വേണ്ടി സമ്മതിക്കുകയും ചെയ്തത്. മുൻ വൈസ് പ്രസിഡന്റ് ജാൻസി ബേബി അധ്യക്ഷയായിരുന്നു. നമുക്കറിയാം, നമുക്ക് ആടും അടുക്കളത്തോട്ടവും ആട് ഗ്രാമത്തിന് നമ്മള് ജെ.എഫ്.ഡി. രൂപീകരിച്ചു. അവരെ തന്നെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം വെച്ചാൽ ഇതിനകത്ത് ആട് കൃഷി ചെയ്യുന്നവർ തന്നെയായിരിക്കണം വേണ്ടത് എന്നതുകൊണ്ടാണ്. അപ്പൊ ആടിന്റെ ആട്ടിൻ കാഷ്ടം മൂത്രം ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുന്നു. അതിന് വേണ്ടുന്ന 2000 രൂപയോളം വില വരുന്ന സാധനങ്ങൾ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് വരുന്നത്. അപ്പൊ നമ്മൾ ഓർക്കുക, നമുക്ക് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ പച്ചക്കറി ഇവിടെ എത്തിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ തലേ ദിവസം അത് ഉപ്പിലിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് കറി വെക്കാൻ പറ്റുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം മേരി ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗിരീഷ് മാലിൻ, തോമസ് മൈക്കിൾ, സിജു ചക്കുമൂട്ടിൽ, ശോഭ തോമസ്, അഡ്വക്കേറ്റ് മനോജ് എം തോമസ്, ടീന ജോബി, സുധർമ്മ മോഹൻ, ജയശ്രീ ഷൈൻ, ബിന്ദുലത രാജു, ജോളി രാമകൃഷ്ണൻ, വെറ്റിനറി സർജൻ ഡോക്ടർ എം കെ സത്യൻ, CDS ചെയർപേഴ്സൺ ബിന്ദു ലോക്ദാക്ഷൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. കട്ടപ്പന ഗ്രാമപഞ്ചായത്തിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ SC/ST വിദ്യാർത്ഥികൾക്കായി നൽകുന്ന സൈക്കിളുകളുടെ വിതരണോദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ.ജെ. മാത്യു വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിലെ SC/ST വിദ്യാർത്ഥികളായ 16 പേർക്കാണ് ഗ്രാമപഞ്ചായത്ത് സൗജന്യമായി സൈക്കിളുകൾ വിതരണം ചെയ്യുന്നത്. 10ാം ക്ലാസ് വിദ്യാർത്ഥികളെ മാത്രമാണ് ഇത്തവണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്പെഷ്യൽ ക്ലാസുകളും ട്യൂഷനുകളും ഉള്ളതിനാൽ അതിരാവിലെ സ്കൂളുകളിലേക്ക് പോകേണ്ടി വരികയും വളരെ വൈകി മാത്രം വീട്ടിൽ തിരിച്ചെത്തുകയും ചെയ്യുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായ യാത്രാ സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ.ജെ. മാത്യു സൈക്കിളുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഗിരീഷ് മാലിൽ അധ്യക്ഷനായിരുന്നു. മുൻ വൈസ് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ജാൻസി ബേബി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജയശ്രീ ഷൈൻ, ബിന്ദുലത രാജു, ശോഭ തോമസ്, അഡ്വക്കേറ്റ് മനോജ് എം തോമസ്, ജോളി രാമകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. SSLC പരീക്ഷ നടക്കുന്നതിനാൽ ഗുണഭോക്താക്കളായ കുട്ടികളുടെ രക്ഷകർത്താക്കളാണ് സൈക്കിളുകൾ ഏറ്റുവാങ്ങിയത്. 2 സൈക്കിളുകളാണ് ഉദ്ഘാടന ചടങ്ങിൽ വിതരണം ചെയ്തത്. ശേഷിക്കുന്ന സൈക്കിളുകൾ ഷോറൂമിൽ നിന്ന് നേരിട്ട് വിദ്യാർത്ഥികൾക്ക് നൽകും. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ഇറച്ചിക്കോഴിക്ക് വില ഉയരുകയാണ്. കഴിഞ്ഞയാഴ്ചയിൽ 55 രൂപ വില നിന്നിരുന്നത് ഈ ആഴ്ചയിൽ 95 രൂപയായി വർദ്ധിച്ചു. ഈസ്റ്റർ വിപണി ലക്ഷ്യമിട്ട് തമിഴ്നാട് കോഴികളെ കേരളത്തിലേക്ക് അയക്കാത്തതാണ് വില വർധനയ്ക്ക് കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. കോഴിയിറച്ചി മലയാളികളുടെ ഒരു ദൈനംദിന ഭക്ഷണ ഇനമായി മാറിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ കോഴിവില വർദ്ധിക്കുന്നത് ഓരോ മലയാളിക്കും ബുദ്ധിമുട്ടുളവാക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ കിലോഗ്രാമിന് 55 രൂപയായിരുന്ന ഇറച്ചിക്കോഴി വില ഈ ആഴ്ചയുടെ ആരംഭത്തിൽ തന്നെ 95 രൂപയായി ഉയർന്നു കഴിഞ്ഞു. 7 ദിവസത്തിനുള്ളിലുണ്ടായ 40 രൂപയുടെ ഈ വർധനവ് സാധാരണക്കാരനും താങ്ങാനാവാത്തതാണ്. തമിഴ്നാട്ടിൽ നിന്നും കോഴിയെ കേരളത്തിലേക്ക് കയറ്റി അയക്കാതെ വിപണി പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരളത്തിലെ ഫാമുകളിൽ നിന്നുമുള്ള കോഴികളാണ് ഇടുക്കിയിലെത്തുന്നത്. ഈസ്റ്റർ വിപണി ലക്ഷ്യമിട്ടുള്ള ഈ കൃത്രിമ കോഴിക്ഷാമം തമിഴ്നാട് കരുതിക്കൂട്ടി സൃഷ്ടിക്കുന്നതാണെന്നും ഇതുമൂലമാണ് ഉപഭോക്താക്കൾക്ക് അധിക വില നൽകേണ്ടി വരുന്നതെന്നും വ്യാപാരികൾ പറയുന്നുണ്ട്. നിലവിലെ കോഴിവില ഇപ്പോൾ കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ചയായിട്ട് നിലവിലെ 65 രൂപ എന്ന കോഴിവില നിലവിലിപ്പോൾ 100 രൂപ വരെ വിലയുണ്ട്. അത് ഈസ്റ്റർ പ്രമാണിച്ച് കോഴികൾ നിലവിൽ അവർ കയറ്റി സ്റ്റോക്ക് ചെയ്യുകയാണല്ല, തമിഴ്നാട് മുതൽ സ്റ്റോക്ക് ചെയ്യുകയാണ്. തമിഴ്നാട് ചോദിച്ചാൽ സാധനങ്ങൾ അതുപോലെ തമിഴ്നാട്ടിൽ കൊണ്ടിരുന്ന കോഴിവില നിലവിൽ 100 രൂപ വേണ്ടി വിറ്റ നഷ്ടമാണ്. 15 രൂപ നികുതി അടച്ചാണ് കോഴി കടന്നു വരുന്നത്. നിലവിൽ കേരളത്തിലില്ല കോഴിവില. കോഴി എല്ലാവരും നിലവിൽ സ്റ്റോക്ക് ചെയ്തേക്കാണ്, കോഴി തരുന്നില്ല ബിസിനസ്സുകാർ. അഞ്ചുനാട്ടിലെയും ഇടുക്കി ഹൈറേഞ്ച് മേഖലയിലെയും ജനങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാക്കിക്കൊണ്ട് കേരള അതിർത്തിയിലൂടെ ട്രെയിൻ സർവീസ് തുടങ്ങി. തമിഴ്നാട്ടിലെ ഊടുമലയിൽ ബ്രോഡ്ഗേജ് പാതയിലൂടെയാണ് ട്രെയിൻ ഓടിത്തുടങ്ങിയത്. ഇതോടെ ഇടുക്കി ദേവികുളം മണ്ഡലത്തിലെ ജനങ്ങളുടെ യാത്രാക്ലേശം ഒരു പരിധിവരെ പരിഹരിക്കപ്പെടുകയാണ്.
പൊള്ളാച്ചിയിൽ നിന്നും ഉടുമലൈ വഴി ചെന്നൈയിലേക്കും ദിണ്ടിക്കലിലേക്കും 3 പാസഞ്ചർ ട്രെയിനുകളാണ് ഓടിത്തുടങ്ങിയത്. പഴനി ചെന്നൈ ട്രെയിനാണ് പൊള്ളാച്ചി വരെ നീട്ടിയിട്ടുള്ളത്. പൊള്ളാച്ചിയിൽ നിന്നും ചെന്നൈയിലേക്ക് എക്സ്പ്രസ് ട്രെയിനാണ് ഓടിത്തുടങ്ങിയത്. ഹൈറേഞ്ചിലെ അഞ്ചുനാടൻ ജനതയ്ക്ക് ഈ സർവീസ് ഏറെ ആശ്വാസകരമാണ്. മറയൂരിൽ നിന്നും 40 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഉദുമൽപേട്ടയിലെത്താം. പാലക്കാട് ഡിവിഷന്റെ കീഴിലുള്ള പൊള്ളാച്ചിയിൽ നിന്നും പാലക്കാട്ടേക്കും ചേത്തന്നൂരിലേക്കും ഇനി സർവീസുകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഹൈറേഞ്ച് നിവാസികൾ. റെയിൽവേ സൌകര്യമില്ലാത്ത ഇടുക്കി നിവാസികൾ ആലുവയിലേക്കോ കോട്ടയത്തേക്കോ ബസ് മാർഗമെത്തിയാണ് ട്രെയിൻ യാത്ര നടത്തിയിരുന്നത്. ഉടുമലയിലേക്ക് ട്രെയിൻ എത്തിയതോടെ മൂന്നാർ നിവാസികൾക്ക് കുറഞ്ഞ ദൂരം സഞ്ചരിച്ചാൽ ട്രെയിൻ യാത്ര നടത്തുവാൻ കഴിയും. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം തെക്കിന്റെ കാശ്മീരായ മൂന്നാറിൽ സഞ്ചാരികളുടെ സുരക്ഷയ്ക്കായി തയ്യാറാക്കിയ പദ്ധതികൾ പാതി വഴിയിൽ. ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. 50 വർഷത്തെ വിശ്വസ്തയോടെ വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം. മഴവില്ലഴകോ മലപ്പൊഴിയും ലതയോ അഴകേ നിന്നാടയിൽ വിരിയും ലത തൻ ചാരുതയോ. മലപ്പൊഴിയും ലതയോ Celebrating 50 magical years. Ledha Textiles, Main Road, Kattappana. ഇപ്പോൾ കിട്ടിയ വാർത്ത. വസ്ത്രങ്ങളുടെ മായിക പ്രപഞ്ചവുമായി പെട്രോൾ ഫാഷൻ കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തനം തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ ഫാഷനിലാണ്. 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ നിലയിൽ ലേഡീസ് ഫാൻസി ഐറ്റംസ്, ഓർണമെന്റ്സ്, സ്റ്റേഷനറി, ഗിഫ്റ്റുകൾ എന്നിവയുടെ ശേഖരമാണ് ഉള്ളത്. താഴത്തെ നിലയിൽ ബ്രാൻഡഡ് ഷർട്ടുകൾ, ജീൻസുകൾ, ടീഷർട്ടുകൾ എന്നിവയുടെ ശേഖരവുമായി മെൻസ് വെയർ. മുകളിലത്തെ നിലയിൽ പുതുപുത്തൻ ട്രെൻഡുകൾക്ക് അനുസൃതമായി സ്ത്രീ സങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് ലേഡീസ് വെയറും ഒരുക്കിയിരിക്കുന്നു. പെട്രോൾ ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. ട്രെൻഡി ഡിസൈൻ. കല്യാണത്തിന് മോൾക്ക് സ്വർണ്ണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, ഹൈറേഞ്ചിലെ ഒരേ ഒരു വെഡിംഗ് ജ്വല്ലറി. സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. വാർത്തകൾ തുടരുന്നു. തെക്കിന്റെ കാശ്മീരായ മൂന്നാറിൽ സഞ്ചാരികളുടെ സുരക്ഷയ്ക്കായി തയ്യാറാക്കിയ പദ്ധതികൾ പാതി വഴിയിൽ. സഞ്ചാരികളുടെ കണക്കെടുപ്പിലോ സുരക്ഷാ കാര്യത്തിലോ ഉൾപ്പെടെ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തുവാൻ കഴിയാത്തത് വൻ വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പ്രകൃതിരമണീയമായ മൂന്നാറിൽ ദിവസവും ആയിരക്കണക്കിന് സഞ്ചാരികളാണ് എത്തുന്നത്. സ്വദേശീയരും വിദേശീയരുമായ വിനോദസഞ്ചാരികളെ വരവേൽക്കുന്നതിൽ മൂന്നാറിലെ അധികാരികൾ കാട്ടുന്ന അലസത പലപ്പോഴും പ്രശ്നങ്ങൾക്ക് കാരണവുമായിട്ടുണ്ട്. ഇവിടെ സന്ദർശനം നടത്തുന്നവർ എവിടെയുള്ളവരാണെന്നോ ഇവർ തിരികെ നാട്ടിലേക്ക് മടങ്ങുന്നുണ്ടോ എന്നോ ആർക്കും തന്നെ അറിയില്ല.
വർഷത്തിൽ 365 ദിവസവും സഞ്ചാരികളെത്തുന്ന മൂന്നാറിൽ എത്ര പേർ സന്ദർശനത്തിനെത്തിയെന്ന് അറിയുവാനുള്ള സംവിധാനം പോലും നിലവിലില്ല. പല ടൂറിസം മേഖലകളിലും സന്ദർശനത്തിനെത്തുന്നവരുടെ കണക്കെടുക്കുന്നതിനും വരുമാനമുണ്ടാക്കുന്നതിനും അതാത് പഞ്ചായത്തുകൾ എൻട്രൻസിൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് കണക്കുകൾ കാട്ടുന്നുണ്ടെങ്കിലും മൂന്നാറിൽ ഇങ്ങനെയൊരു സംവിധാനമില്ല. സർക്കാരോ ഇതര വകുപ്പുകളോ ഏകോപനമില്ലാതെ നടക്കുന്ന പദ്ധതികൾ പലതും പാതി വഴിയിലുമാണ്. വർഷങ്ങളായി വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ സാന്നിധ്യത്തിൽ കൂടിയെടുത്ത ട്രാഫിക് കമ്മിറ്റികളുടെ തീരുമാനങ്ങൾ ഒന്നും തന്നെ നടപ്പിലായിട്ടില്ല. മൂന്നാറിലെത്തുന്ന സഞ്ചാരികളുടെ സംരക്ഷണത്തിനായി മുൻ ഡിവൈഎസ്പി തുടങ്ങിവെച്ച ക്യാമറകൾ മിഴി തുറക്കുവാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് നേരെ ചില സാമൂഹ്യ വിരുദ്ധർ അക്രമം അഴിച്ചുവിട്ടതോടെയാണ് മൂന്നാറിൽ ക്യാമറകൾ സ്ഥാപിക്കുന്നതിന് പോലീസ് വകുപ്പ് തീരുമാനമെടുത്തത്. മൂന്നാർ പഞ്ചായത്ത്, പോലീസ്, വ്യാപാരികൾ എന്നിവരിൽ നിന്നും പണം കണ്ടെത്തി പദ്ധതി പൂർത്തീകരിക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ വർഷം 4 കഴിഞ്ഞിട്ടും ടൗണിലും പരിസര പ്രദേശങ്ങളിലും പോസ്റ്റുകൾ സ്ഥാപിച്ചതല്ലാതെ മറ്റൊന്നും ചെയ്യുവാൻ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. പദ്ധതിക്കായി കണ്ടെത്തിയ പണം എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. മൂന്നാറിന്റെ സംരക്ഷണത്തിനായി ജില്ലാ ടൂറിസം വകുപ്പും ഒന്നും തന്നെ ചെയ്യുന്നില്ല. സഞ്ചാരികളുടെ തിരക്കേറുമ്പോൾ കൂണുപോലെ മുളയ്ക്കുന്ന ഹോം സ്റ്റേകളെ കണ്ടെത്തുന്നതിന് വകുപ്പ് തലത്തിൽ ഒരു നടപടിയും എടുക്കാത്തത് പ്രശ്നങ്ങൾക്ക് കാരണവുമാകുന്നുണ്ട്. ഹോം സ്റ്റേകളും കോട്ടേജുകളും പ്രവർത്തിക്കണമെങ്കിൽ ടൂറിസം വകുപ്പിന്റെ അനുമതി വേണമെന്നിരിക്കെ ഇതൊന്നും തന്നെ ഇല്ലാതെയാണ് നൂറുകണക്കിന് അനധികൃത കെട്ടിടങ്ങൾ പ്രവർത്തിക്കുന്നത്. രാഷ്ട്രത്തെ മുൾമുനയിൽ നിർത്തിയ കൊടുംഭീകരനായ വഖാസും തക്സീൽ അക്തറും മൂന്നാറിൽ 3 മാസത്തോളം താമസിച്ചത് അനധികൃത കോട്ടേജിലായിരുന്നു. സർക്കാർ സാധാരണക്കാർക്ക് താമസിക്കുന്നതിനായി അനുവദിച്ച കെട്ടിടങ്ങൾക്കിടയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന കോട്ടേജിൽ ഇരുവരും താമസിക്കുകയും നിരവധി പേർ ഇവിടെ തീവ്രവാദികളെ കാണുന്നതിന് എത്തിയിരുന്നതായും പോലീസ് പറയുന്നുണ്ട്. മൂന്നാറിലെ സ്വകാര്യ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന ഭീകരരെ തിരിച്ചറിയുന്നതിന് ഡൽഹി പോലീസ് മൂന്നാറിലെത്തേണ്ടി വന്നു. ഇത്രയധികം പ്രശ്നങ്ങൾ നടന്നിട്ടും മൂന്നാറിനെ സംരക്ഷിക്കുന്നതിനോ സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനോ ബന്ധപ്പെട്ടവർ യാതൊന്നും തന്നെ ചെയ്യുന്നില്ല. ടൂറിസം മേഖലയായതിനാൽ ഹോട്ടലുകളിൽ പരിശോധന നടത്തുന്നതിന് പ്രയാസമാണെന്നതാണ് പോലീസിന്റെ വാദം. രാജ്യസുരക്ഷയ്ക്ക് പോലും ഭീഷണിയാകുന്ന തരത്തിൽ ഈ ടൂറിസം മേഖലയിൽ പ്രവർത്തനങ്ങൾ അരങ്ങേറുമ്പോഴും അധികൃതർ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. മുരിക്കടി 40 ഏക്കർ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രസാദ് മാണി ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായി കുടിവെള്ളമില്ലാതെ ഏറെ പ്രതിസന്ധിയിലായിരുന്നു പ്രദേശവാസികൾ. 6 ലക്ഷം രൂപയുടെ കുടിവെള്ള പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കിയത്. 2 ഘട്ടങ്ങളായിട്ടാണ് ഇവർക്ക് ഈ തുക നൽകിയത്. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി 2014-15 പ്രകാരമാണ് 40 ഏക്കർ കുടിവെള്ള പദ്ധതി പൂർത്തീകരിച്ചത്. വർഷങ്ങളായി കുടിവെള്ളത്തിന് ബുദ്ധിമുട്ട് നേരിടുന്ന പ്രദേശമാണ് മുരിക്കടി. നാട്ടുകാരുടെ സഹായത്തോടെയും കൂടിയാണ് മുരിക്കടി 40 ഏക്കർ കുടിവെള്ള പദ്ധതി പൂർത്തീകരിച്ചത്. പഞ്ചായത്ത് ഏറ്റെടുത്ത സ്ഥലത്താണ് കുഴൽക്കിണറും കുളവും നിർമ്മിച്ചിരിക്കുന്നത്. ഒരു പൊതുയോഗത്തിൽ ഞങ്ങൾക്ക് 1 ലക്ഷം രൂപ ബോർവെൽ അടിക്കാൻ തരികയും ആ 1 ലക്ഷം രൂപ കൊണ്ട് ഞങ്ങൾ ബോർവെൽ അടിക്കുകയും അതിൻ്റെ ബാക്കി പണികൾ, മതിൽ സംരക്ഷണ ഭിത്തികൾ എല്ലാം കെട്ടി ഇത്രത്തോളം 60ഓളം വീട്ടുകാർ കുടിക്കുന്ന വെള്ളം നല്ല രീതിയിൽ കൊണ്ടുവരാൻ ഞങ്ങളെ സഹായിച്ച ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പ്രസാദ് മാണി സാർ അവർക്ക് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം നന്ദിയും ഞങ്ങളുടെ ഈ 40 ഏക്കർ കുടിവെള്ള പദ്ധതിയുടെ അഭിനന്ദനങ്ങളും പ്രത്യേകം അറിയിക്കുന്നു. 50ഓളം വരുന്ന കുടുംബങ്ങളാണ് ഇവിടെ നിന്ന് കുടിവെള്ളം എടുക്കുന്നത്. വൈസ് പ്രസിഡന്റ് ജാൻസി മാത്യു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബിജു TC, സജി പറപ്പള്ളി, ലോറൻസ്, മിനി രഘു തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുമളി. അവഗണനയ്ക്ക് വിട ചൊല്ലി ബോംബെ എസ് കമാൽ യാത്രയായി. ഗാനരചയിതാവ്, ഗായകൻ, സംഗീത സംവിധായകൻ എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 83 വയസ്സായിരുന്നു. ബോംബെ വിക്ടോറിയ ടെർമിനസിന് സമീപം അബ്ദുൾ റഹ്മാൻ സ്ട്രീറ്റിലാണ് കമാൽ ജനിച്ചത്. MS ബാബുരാജുമായുള്ള സൗഹൃദത്തിലൂടെ 1959 മലയാളത്തിലെത്തിയ കമാൽ 33 സിനിമാ ഗാനങ്ങൾ ഒരുക്കി. മലയാളത്തിൽ 13 സിനിമകൾക്ക് സംഗീതവും നൽകി. കൂടുതൽ പാട്ടുകളും യേശുദാസാണ് പാടിയത്. 1979 ആദ്യമായി സിനിമയിൽ പാട്ടിന് ഈണം നൽകിയത്. ഡോക്ടർ ബാലകൃഷ്ണന്റെ എവിടെയൻ പ്രഭാതമായിരുന്നു ഈ ചിത്രം. നിലവിളക്ക് എന്ന ചിത്രത്തിൽ പാടാം ഞാൻ പാടാം ഒരു സാന്ത്വനം എന്ന പാട്ട് ഹിറ്റായി. ഇടയ്ക്ക് അവസരങ്ങൾ കുറഞ്ഞപ്പോൾ വോയിസ് ഓഫ് യൂത്ത് എന്ന ട്രൂപ്പിൽ ഗായകനായി ചേരുകയും ചെയ്തു. നിരവധി സംഗീത ആൽബങ്ങളും അദ്ദേഹം ചിട്ടപ്പെടുത്തി. 1500-ലേറെ വേദികളിൽ ഗാനമേളകൾ അവതരിപ്പിച്ചു. आने से उसके आए कहाँ, जान
से उसके जाए बहार बड़े मस्तानी है. കൂടാതെ ഒട്ടേറെ ഗസലുകളും അദ്ദേഹത്തിന്റെ സംഭാവനകളാണ്. 1963 കമാലിനേറെ നേട്ടം നൽകിയ വർഷവുമായിരുന്നു. കിളിമാനൂർ രമാകാന്തൻ എഴുതിയ സ്വപ്നം കാണാത്ത രാത്രിയിലെ എന്ന ഗാനം കമ്പോസ് ചെയ്യുവാൻ അവസരം ലഭിച്ചു. ഇത് വൻ ഹിറ്റായി മാറുകയും ചെയ്തു. ഗായകനായിരുന്ന കമാലിനെ പാട്ട് കമ്പോസ് ചെയ്യാൻ പ്രേരിപ്പിച്ചതും ബാബുരാജായിരുന്നു. ഇതിനിടയിൽ കുറേയധികം സിനിമകളിൽ അഭിനയിക്കുവാനുള്ള അവസരവും കമാലിനെ തേടിയെത്തി. മലയാളത്തിലെ പ്രഗത്ഭ ഗായകരെല്ലാം കമാലിനു വേണ്ടി പാടിയിട്ടുണ്ട്. കൂടാതെ യേശുദാസിന്റെ ശരത്കാല പുഷ്പങ്ങൾ എന്ന ആൽബത്തിന്റെ സംഗീതം നിർവഹിച്ചതും കമാലാണ്. മേജർ രവിയുടെ കീർത്തിചക്രയിലെ ടൈറ്റിൽ സോങ് എഴുതിയതും ബോംബെ എസ് കമാലാണ്. സംഗീതരംഗത്തിനുള്ള സംഭാവനകൾ മാനിച്ച് അദ്ദേഹത്തിന് 2012 സ്വരലയ ഈണം ഗുരുവന്ദന പുരസ്കാരം കണ്ണുനീരിൽ കുതിർന്ന നിൻ കല്യാണ ക്ഷണപത്രം കണ്ട നേരം. എന്നാൽ 8 പതിറ്റാണ്ട് നീണ്ട കലാസബരിയിൽ നിന്നും ഇടവാങ്ങി മറ്റൊരു ലോകത്തേക്ക് ഈ അതുല്യ പ്രതിഭ യാത്രയാകുമ്പോൾ അർഹമായ ബഹുമാനങ്ങൾ നൽകി ബോംബെ എസ് കമാൽ എന്ന അനുഗ്രഹീത ഗായകനെ, സംവിധായകനെ, എഴുത്തുകാരനെ മലയാളം ബഹുമാനിച്ചിട്ടില്ല എന്ന കളങ്കം കൂടി നിലനിൽക്കുകയാണ്. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ് കട്ടപ്പന. സ്വർണം പവൻ ഇന്ന് വിപണിയിൽ 19,480 രൂപയാണ് വില. 1 ഗ്രാമിന് 2,435 രൂപ വില രേഖപ്പെടുത്തി. വെള്ളി ഗ്രാമിന് 38 രൂപയാണ് വില. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്ര ഗോൾഡ് കട്ടപ്പന. കമ്പോള വാർത്തകൾ. ഏലം ഇന്ന് വിപണിയിൽ കൂടിയ വില 700-ഉം കുറഞ്ഞ വില 650-ഉമാണ്. കുരുമുളക് കിലോഗ്രാമിന് 543, കാപ്പി കിലോഗ്രാമിന് 115, റബ്ബർ 102, ഗ്രാമ്പു 800, കൊക്കോ 52, ജാതി 280. ജാതിപത്രി കൂടിയ വില 1000-ഉം കുറഞ്ഞ വില 700-ഉം വില രേഖപ്പെടുത്തുന്നു. കമ്പോള വാർത്തകൾ കഴിഞ്ഞു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കമ്പമെട്ടിന് സമീപം കേരള തമിഴ്നാട് അതിർത്തിയിൽ വൻ വ്യാജമദ്യ വേട്ട. ഫോറസ്റ്റ് എക്സൈസ് സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ 850 ലിറ്റർ കോടയും 35 ലിറ്റർ ചാരായവും പിടികൂടി. ഉദ്യോഗസ്ഥ പീഡനത്തെ തുടർന്ന് അധ്യാപിക മരിക്കാനിടയായ സംഭവത്തിൽ മേലുദ്യോഗസ്ഥനെതിരെ നടപടിക്ക് ശുപാർശ. ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് KN ശശിധരനെതിരെയാണ് നടപടിയുണ്ടാവുക. കേസുമായി ബന്ധപ്പെട്ട് സൂപ്രണ്ട് ഇസ്മയിലിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. കേരളത്തിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം സൃഷ്ടിക്കുവാനുള്ള ശ്രമമാണ് ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് KPCC അംഗം അഡ്വക്കേറ്റ് PM അഗസ്തി. കേരളം ലോകത്തിനു മുൻപിൽ തലകുനിച്ച ദിനമായിരുന്നു 2015 മാർച്ച് 13 അഗസ്തി. കട്ടപ്പന ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കുന്ന ആടും അടുക്കളത്തോട്ടവും പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് പച്ചക്കറി വിത്തുകളും കൃഷിക്കാവശ്യമായ ഉപകരണങ്ങളും വിതരണം ചെയ്തു. ഇന്നത്തെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. കല്യാണത്തിന് മോൾക്ക് സ്വർണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ് കട്ടപ്പന. ഇപ്പോൾ കിട്ടിയ വാർത്ത.
വസ്ത്രങ്ങളുടെ മായിക പ്രപഞ്ചവുമായി പെട്രോൾ ഫാഷൻ കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തനം തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ ഫാഷനിലാണ്. 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ നിലയിൽ ലേഡീസ് ഫാൻസി ഐറ്റംസ്, ഓർണമെന്റ്സ്, സ്റ്റേഷനറി, ഗിഫ്റ്റുകൾ എന്നിവയുടെ ശേഖരമാണ് ഉള്ളത്. താഴത്തെ നിലയിൽ ബ്രാൻഡഡ് ഷർട്ടുകൾ, ജീൻസുകൾ, ടീഷർട്ടുകൾ എന്നിവയുടെ ശേഖരവുമായി മെൻസ് വെയർ. മുകളിലത്തെ നിലയിൽ പുതുപുത്തൻ ട്രെൻഡുകൾക്ക് അനുസൃതമായി സ്ത്രീ സങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് ലേഡീസ് വെയറും ഒരുക്കിയിരിക്കുന്നു. പെട്രോൾ ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. 50 വർഷത്തെ വിശ്വസ്തയോടെ വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം. മഴവില്ലഴകോ മലപ്പൊഴിയും ലതയോ അഴകേ നിന്നാടയിൽ വിരിയും ലതൻ ചാരുതയോ. മലപ്പൊഴിയും ലതയോ Celebrating 50 magical years. Ledda Textiles, Main Road, Kattappana. KG's ജുവലറി കോട്ടയം കടയുടെ അതിവിപുലമായ വെള്ളിയാഭരണശാല KG's സിൽവർ മൈൻ ഗുരുമന്ദിരത്തിന് സമീപം പ്രവർത്തിക്കുന്നു. പരിശുദ്ധമായ വെള്ളിയിൽ തീർത്ത ആഭരണങ്ങൾ മിതമായ നിരക്കിൽ. ആധുനിക ഡിസൈനിലുള്ള കമ്മലുകൾ, മോതിരങ്ങൾ, വിവാഹ ആവശ്യത്തിനുള്ള നെക്ലേസുകൾ, പ്ലാറ്റിനം ഫിനിഷിംഗ് വളകൾ, വെള്ളിപ്പാത്രങ്ങൾ, മാലകൾ, കൊലുസുകൾ, അരഞ്ഞാണങ്ങൾ, ലോക്കറ്റുകൾ, കൊന്തകൾ, നേർച്ച സാധനങ്ങൾ, കൈചെയിനുകൾ, നവരത്ന മോതിരങ്ങൾ തുടങ്ങിയ വെള്ളിയാഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകൾ തിരഞ്ഞെടുക്കുവാൻ ജോൽസിന്റെ സേവനം ലഭ്യമാണ്. KG സിൽവർ മൈൻ സിൽവർ കളക്ഷൻസ്, കോട്ടയം കട, ഗുരുമന്ദിരത്തിന് സമീപം, കട്ടപ്പന. That thing must be 100 years old. ചന്തം കാളിന്തി നാദം ഗോപി സംഗീതം मेरे डोल सुन मेरे प्यार की तुम मेरे ढोल सुन मेरी चाहते KG's ജ്വല്ലറി കോട്ടയം കട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ TV സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250-ൽ പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകളും. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ TVയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ, കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും.